ഭാരതത്തിന്റെ പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുന്നു. ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യം വിശ്വസ്തയോടും മനസ്സാക്ഷിയും നിർവഹിക്കുന്നു. ഭരണഘടനയും നിയമവും അനുസരിച്ച് നീതിയോ പക്ഷപാതമോ നീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എന്റെ കർത്തവ്യങ്ങളുടെ ഗുണപ്രകാരമുള്ള പ്രകടനത്തിന് ആവശ്യമാകുന്ന വഴിയെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കെ.എ. തുളസി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടയായ കോങ്ങാട് പിടിച്ചെടുത്ത് നിയമസഭയിലേക്ക് എത്തുന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ ഒരു വീട്ടിൽ നിന്ന് തന്നെ MP-യും MLA-യും ഇപ്പോൾ മന്ത്രിയും. അങ്ങനെ ഒരു അപൂർവത കൂടിയുണ്ട് തുളസിയുടെ വിജയത്തിൽ. മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം 3 തെരഞ്ഞെടുപ്പുകളിലും LDF മാത്രം വിജയിച്ചിട്ടുള്ള കോങ്ങാട് നിന്നാണ് 3706 വോട്ടുകൾക്ക് K.A. തുളസിയുടെ വിജയം. മന്ത്രിസഭയിലെ പാലക്കാടൻ വിസ്മയമാണ്. ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രിയാണ്.